നമ്മൾ ഈ അറ്റൻഷൻ സ്പാനിനെ കുറിച്ചും ഈ വീഡിയോ എഡിറ്റിംഗ് സ്റ്റൈൽ ഉണ്ടല്ലോ എൻഗേജിംഗ് ആയിട്ട് ആൾക്കാരെ ഇരുന്ന് കാണാൻ വേണ്ടിയിട്ടുള്ള ഓരോ ടെക്നിക്സും കാര്യങ്ങളെ കുറിച്ചും നമ്മൾ കുറേ ഡിസ്കസ് ചെയ്യാറുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നമ്മളുടെ ഇടയിൽ അധികം ശ്രദ്ധിക്കപ്പെടാതെ അല്ലെങ്കിൽ നമ്മൾ ഈസിലി ജസ്റ്റ് എന്താ പറയുക കെയർ ചെയ്യാണ്ട് വിടുന്നതും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കാർട്ടൂൺ ഷോസ്, കുട്ടികളുടെ കാർട്ടൂൺ ഷോസ്. അതായത് കുട്ടികളുടെ കാർട്ടൂൺ ഷോസ് എന്ന് പറയാൻ കാരണം ഈ കുട്ടികൾക്കുള്ള റൈംസും അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റോറീസും അവരുടെ ഇമാജിനേഷൻ അവർക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന ആനിമേഷൻ ഷോസ്, ആനിമേഷൻ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടല്ലോ, അതിനെക്കുറിച്ചാണ് നമ്മളിങ്ങനെ കാണാൻ വേണ്ടി പോകുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സിനെ കൂട്ടാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം പരിചയപ്പെടുത്തി തരാം. ഇതാണ് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ കയറുമ്പോൾ ഇങ്ങനെ ഒരു വെബ്സൈറ്റ്, ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഇത് ഇൻസ്റ്റാഗ്രാമിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് അല്ല ഫോളോവേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ട്. സോ ഇത് യൂസ് ചെയ്യുന്നതിന് നിങ്ങൾ സ്വന്തമായിട്ടുള്ള ഒരു റിസ്ക്കിലും കാര്യങ്ങളിലും ഈ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്ത് ഫോളോവേഴ്സിനെ കൂട്ടിയാൽ മതി. സോ ആ വെബ്സൈറ്റ് എടുത്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ അഗൈൻ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് കിട്ടും. ഇതിൽ ഓരോ പ്ലാറ്റ്ഫോംസ് ഉണ്ട് നമുക്ക് ഫോളോവേഴ്സിനെ കൂട്ടാൻ വേണ്ടിയിട്ട്. ടിക്ടോക്ക്, ഇൻസ്റ്റാഗ്രാം, അങ്ങനെ ഓരോന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇവിടെ നമ്മുടെ യൂസർ നെയിം ഏത് അക്കൗണ്ടിലാണോ ഫോളോവേഴ്സിനെ കൂട്ടേണ്ടത് ആ ഒരു യൂസർ നെയിം ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പേയ്മെൻറ്റ് കാണിക്കുന്നുണ്ടാവും. വേറൊരു കാര്യം, ഈ വെബ്സൈറ്റ് ക്രെഡിറ്റ്സിൻ്റെ ബേസിസിലാണ് വർക്ക് ആവുക. സോ നിങ്ങൾക്ക് എക്സ്ട്രാ ക്രെഡിറ്റ്സ് കിട്ടണമെങ്കിൽ നിങ്ങൾ പ്രൊഫൈൽ പിക്ചറിൽ അക്കൗണ്ടോ ഇങ്ങനെ എക്സ്ട്രാ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ അനുസരിച്ച് ക്രെഡിറ്റ്സ് കിട്ടുന്നതായിരിക്കും. സോ ഇപ്പോൾ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞിട്ടാകുമ്പോൾ അതിനകത്ത് ഫോളോവേഴ്സ് പണ്ടത്തെ ആനിമേഷൻ ഷോസും ഇപ്പോൾ കറൻ്റ്ലി വരുന്ന കിഡ്സിന് വേണ്ടിയിട്ടുള്ള യൂട്യൂബിൽ വരുന്നതായാലും ശരി, ടി വിയിൽ ടെലികാസ്റ്റ് ചെയ്യുന്നതായാലും ശരി, എത്രത്തോളം ചേഞ്ച് ആയിട്ടുണ്ട്, എത്രത്തോളം നെഗറ്റീവായിട്ടാണത് ഇപ്പോഴുള്ള കുട്ടികളുടെ ബ്രെയിനിന് എഫക്റ്റ് ആവുന്നത്. ഇനി വരുന്ന ഒരു നെക്സ്റ്റ് ജനറേഷന് അത് മെൻ്റലി ഭയങ്കര എഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതാണ് സത്യാവസ്ഥ. പഴയ കാർട്ടൂൺ ഷോസ് നോക്കിയാൽ സോഫ്റ്റ് ആയിട്ടുള്ള കളേഴ്സും വളരെ സ്ലോ ആയിട്ടുള്ള സീൻസും അതിലെ സ്റ്റോറിക്ക് ഡെപ്ത് ഉണ്ടോ ഇല്ലയോ എന്നല്ല, അത് കുട്ടികളെ കൺവേ ചെയ്യാൻ വേണ്ടിയുള്ള രീതിയിലാണ് ആ ഒരു കാർട്ടൂണിൻ്റെ മോഡ് തന്നെ ഉണ്ടാവുക. പക്ഷേ കറൻ്റ്ലി റിലീസ് ആയിക്കൊണ്ടിരിക്കുന്ന മോഡേൺ ഷോസിലെ കളേഴ്സൊക്കെ നിയോൺ കളേഴ്സ്, ഫാസ്റ്റ് ആയിട്ടുള്ള കട്ട്സ്, കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്. ഐ മീൻ സ്ക്രീൻ ഒന്നും സ്റ്റേബിൾ ആയിട്ട് ഉണ്ടാവില്ല. ഒരു സെക്കൻഡ് പോലും സ്റ്റേബിൾ ആയിട്ട് ഉണ്ടാവില്ല ഇവർ കാണുന്ന കാർട്ടൂൺസിൽ. എന്തെങ്കിലും ഒന്ന് എവിടെയെങ്കിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും, കളറെല്ലാം പെട്ടെന്ന് ചക്ക് ചക്ക് എന്ന് പറഞ്ഞിട്ട് മാറുന്നുണ്ടാവും. കളറും ഭയങ്കര വൈബ്രൻ്റ് ആയിരിക്കും. നമുക്ക് തന്നെ കാണുമ്പോൾ എന്തോ തലക്ക് കുറച്ച് സമയം തലക്കിങ്ങനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ആവുന്ന രീതിയിലാണ് ഉണ്ടാവുക. അത് അത്ര സെൻസിറ്റീവ് ആയിട്ടുള്ള കുട്ടികളുടെ ബ്രെയിനിൽ എങ്ങനെ ഉണ്ടാവും? അവർക്കത് ഹൈ ഡോപ്പമൈൻ പുഷ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ അത് നെഗറ്റീവായിട്ട് എഫക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് പിന്നെയും വേണം തോന്നിക്കൊണ്ടിരിക്കും. ഇത് എവിടെയാണ് പ്രശ്നമാവുമെന്ന് വെച്ചാൽ ഈ ബ്രൈറ്റ് ആയിട്ടുള്ള സാച്ചുറേറ്റഡ് ആയിട്ടുള്ള വിഷ്വൽസ് ആ ബ്രെയിനിനെ അലേർട്ട് മോഡിൽ തന്നെ എപ്പം വെക്കും. ഇപ്പം എക്സാമ്പിളിന് പറയുകയാണെങ്കിൽ ബിഗ് ബോസ് ഷോ ഇല്ലേ, അതിനെ കാണാറില്ല. ഐ മീൻ ഏത് സീസണും ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് തീരെ താല്പര്യമില്ലാത്തൊരു ഷോ ആണത്. പക്ഷെ ഞാൻ എക്സാമ്പിളായിട്ട് പറയാം. എന്താണെന്ന് വെച്ചാൽ അതിലെ വീടുണ്ടല്ലോ, അതിൽ സെറ്റ് ചെയ്തിട്ടുള്ള വീട്, അതൊക്കെ എപ്പം ഭയങ്കര ബ്രൈറ്റ് ആയിട്ട് ഫുള്ള് കളേഴ്സൊക്കെ ആ രീതിയിൽ അവർ സൈക്കോളജിക്കലി വെച്ചതാണ്. കാരണം അതിൻ്റെ അകത്തുള്ളവരൊപ്പം ആ ഒരു ഡൗൺ ആയ രീതിയിൽ വെക്കൂല. ആ രീതിയിലാണ് അതിൻ്റെ എൻവിറോൺമെൻറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക, കളേഴ്സ് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക, എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. അതേപോലെ തന്നെയാണ് അവരുടെ ബ്രെയിൻ അലേർട്ടായിട്ട് തന്നെ ഉണ്ടാവും. ഇപ്പം ഡൗൺ ആവില്ല, ഒരു ഇറിറ്റേഷൻ, ഒരു റെസ്റ്റ് ഇല്ലാത്ത രീതിയിൽ, ഒരു ഫോക്കസ് കിട്ടാത്ത രീതിയിലാണ് ഉണ്ടാവുക. അതേപോലെ തന്നെ ഈ കുട്ടികൾ കാണുന്ന മീഡിയത്തിൽ ഇങ്ങനത്തെ ഒരു കാര്യം കൊടുക്കുന്നത് കൊണ്ട് ചെറുപ്പത്തിൽ തന്നെ അവരുടെ ഒരു ഫോക്കസും ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടാവും. പക്ഷെ അവർക്ക് അതന്നെ ഒരു അഡിക്ഷനായിട്ട് പിന്നീട് മാറും. ആ ഒരു ഇറിറ്റേഷൻ തന്നെ അവർക്ക് അഡിക്ഷനായിട്ട് മാറും. ആ ഒരു റെസ്റ്റ് ഇല്ലാത്ത ഫീൽ തന്നെ അവർക്ക് പിന്നീട് അഡിക്ഷനായിട്ട് മാറും. സോ ഇത് കാരണം ഇവർക്ക് പെട്ടെന്ന് തന്നെ ഒരു എക്സൈറ്റ്മെൻറ്റ്, ഒരു നോർമൽ ടാസ്കിനെ പോലും ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നിപ്പിക്കും. ബിൽഡിംഗ് ബ്ലോക്ക് വെക്കുന്ന രീതിയിൽ സ്ലൈറ്റിൽ എഴുതി കളിക്കുക, അല്ലെങ്കിൽ ചെറിയ ചെറിയ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള ടോയ്സ് ഉണ്ടാവില്ലേ ചെറുപ്പത്തിൽ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുന്നത്, ഇപ്പോൾ അതൊക്കെ എല്ലാവരും വീട്ടിലിപ്പോൾ വാങ്ങിക്കൊടുക്കാറില്ല, കുറവാണ്. പക്ഷേ വാങ്ങിക്കൊടുക്കുന്ന വീട്ടിലാണെങ്കിൽ അത് യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാൽ ഇല്ല. എല്ലാവർക്കും ഇപ്പോൾ ഫോണിൽ ജസ്റ്റ് ഇങ്ങനത്തെ ആനിമേറ്റഡ് ഷോസ് വെച്ച് കൊടുത്തുകൊണ്ട് പോകണം. കാരണം അതാണ് അവർക്ക് കൂടുതൽ അട്രാക്റ്റീവ് ആവുന്നതും. എന്താ പറയുക, അവർ അതിൽ ഇരിക്കുമ്പോഴാണ് പാരൻസിന് ഓക്കെ ഇവരിത് നോക്കിയിരിക്കുന്നുണ്ട്, പാരൻസിന് അവരെ പണി കുറച്ച് സമയത്തേക്ക് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ കുട്ടികൾ കരയാൻ തുടങ്ങി, വായി തുറന്ന് കരയാൻ തുടങ്ങിയാൽ തന്നെ ആ ഫോണിൽ നിന്ന് വന്നിട്ട് ഷോർട്സ് എടുത്ത് കൊടുത്തുകൊണ്ട് പോവാണ്. അതിനകത്ത് എന്തെങ്കിലും ആനിമേഷൻ ഷോർട്സോ ക്ലിപ്സോ എന്തെങ്കിലും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അവർക്കത് കാണുമ്പോൾ എക്സൈറ്റ്മെൻറ്റ് വരും, അവരത് നോക്കിയിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷേ ഇത് അവർക്ക് വളരുമ്പം ഇനിയും നെഗറ്റീവായിട്ട് എഫക്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ എനിക്കിപ്പോൾ 22 വയസ്സായി. ഞാൻ തന്നെ ഇപ്പോൾ 2-3 വർഷമായിട്ട് റീൽ കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്ക് മൈൻഡിൽ അത്രയും ഡിഫറൻസ് വന്നിട്ടുണ്ട്. അത്രയും എൻ്റെ അറ്റൻഷൻ സ്പാൻ പോയിട്ടുണ്ട്. എനിക്കത് മനസ്സിലാകുന്നുണ്ട്. എൻ്റെ ഫോണിൽ ഞാൻ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാൾ ചെയ്ത് വെക്കാറില്ല. ആവശ്യമുണ്ടാകുമ്പോൾ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് സ്റ്റോറി ഇടും. ഇല്ലെങ്കിൽ എന്തെങ്കിലും ആരെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടാകും ചെക്ക് ചെയ്തിട്ട് ഞാൻ അപ്പം തന്നെ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാറാണ് പതിവ്. റീല് ഇടയ്ക്ക് എൻ്റെ കൺട്രോൾ പോയിട്ട് ഞാൻ എന്നിട്ടും കണ്ടുപോകുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് റീല്. എൻ്റെ ബ്രെയിനിന് അത്ര എഫക്റ്റ് ആവുന്നില്ലതുകൊണ്ട് ഞാൻ അത് വിടുന്നു. ഓൾറെഡി അത് എഫക്റ്റ് ആയതുകൊണ്ട് എനിക്കിപ്പം സ്ലോ ആയിട്ടുള്ള മൂവീസൊന്നും അധികം കാണാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഗെയിംസ് കളിക്കാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ട്. സോ അതൊക്കെ മാറാൻ വേണ്ടിയാണ് ഞാൻ ഇത് ട്രൈ ചെയ്തുകൊടുക്കുന്നത്. കുട്ടികൾക്ക് ഇത് ചെറുപ്പത്തിൽ തന്നെ അവർ എടുക്കുന്ന മീഡിയത്തിൽ ഇത് കൊടുക്കുന്നത് കൊണ്ട് അത് നമ്മളൊരു ഏജിലൊക്കെ അവരെത്തുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിൽ ഇല്ലെങ്കിൽ നമ്മൾക്ക് കിട്ടുന്ന ഒരു ഫോക്കസ് ഇനി വരാൻ പോകുന്ന കുട്ടികൾക്കോ അല്ലെങ്കിൽ അടുത്തൊരു ജനറേഷന് കിട്ടാൻ പോകുന്നില്ല. അതിനെ ഉറപ്പിച്ച് എനിക്കിപ്പം പറയാൻ പറ്റും. എനിക്കിപ്പം അറിഞ്ഞ്
കുട്ടികളുണ്ടല്ലോ, ഒരു 3 വയസ്സ് 2 വയസ്സ് കുട്ടികൾ എനക്കറിഞ്ഞ് ഞാൻ ഇതുവരെ എൻ്റെ റിയൽ ലൈഫിൽ കണ്ട എല്ലാവരും ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ വെറുതെ ഫോൺ കൊടുക്കും. ഇവർ ഇപ്പുറത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും, ആ കുട്ടി വെറുതെ ഇരിക്കുന്നുണ്ടാവുമല്ലോ. അപ്പം വെറുതെ ഇങ്ങനെ കുരുത്തക്കേട് കളിക്കും. അപ്പോൾ അവർക്ക് നോക്കാൻ പറ്റൂല, നോക്കാൻ മടിയായിരിക്കും. അപ്പോൾ ഫോൺ കൊടുക്കും. അപ്പോൾ അവർക്ക് ഇപ്പുറത്തുനിന്ന് ബാക്കിയുള്ളവർ സംസാരിച്ചിരിക്കാൻ പറ്റും. അപ്പോൾ ആ രീതിയിലുകൊണ്ട് ഇവർ എന്നിട്ട് ഫോൺ കൊടുത്തിട്ട് വിടും. എനിക്ക് മനസ്സിലാവാത്തത്, കുട്ടി ജനിച്ച് ഒരു 5-6 വയസ്സ് ഇല്ലെങ്കിൽ ഒരു 7-6 വയസ്സ് വരെ നമ്മൾ ഭയങ്കര സൂക്ഷിച്ച് നോക്കണം. അത് ആദ്യത്തെ 2-3 വർഷം, ഒരു 4 വർഷം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഉറക്കം കളഞ്ഞ് നോക്കേണ്ടി വരും, ഉറക്കം പോകും, നമുക്ക് ഭയങ്കര സ്ട്രെസ്സായിട്ടുണ്ടാവും. ഈ മൂവീസിലെല്ലാം അത്രയും എന്താ പറയുക റിയാലിറ്റി കാണിക്കാണ്ട് കുട്ടി ജനിക്കുന്നു കല്യാണം കഴിക്കുന്നു പറയുമ്പോൾ ഭയങ്കര എന്താ പറയുക റൊമാൻറ്റിസൈസ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അത് റിയൽ എക്സ്പീരിയൻസ് ചെയ്യാത്തവർ അങ്ങനെ തന്നെ ചെയ്യുന്നത്. പക്ഷെ അത് വരുന്ന സമയത്ത് അവരെങ്ങനെ സ്കിപ്പ് ചെയ്യാമെന്ന് മാക്സിമം നോക്കുന്നുണ്ട്. പക്ഷേ ഇത് ഭയങ്കര ഹാർഡായിട്ടുള്ള കാര്യം. ഒരു കുട്ടീനെ വളർത്തി ആ ചെറുപ്പത്തിൽ നിന്ന് കൊണ്ടുവരുന്ന അത്രയും ഹാർഡായിട്ടുള്ള കാര്യമാണ്. ആ സമയത്ത് ഇവർ ചീറ്റ് കോഡ് എന്താ നോക്കുക, കുട്ടികളെ ടൈം എങ്ങനെ സ്കിപ്പ് ചെയ്യാൻ പറ്റും, അവരെ കരച്ചിലെങ്ങനെ നിർത്താൻ പറ്റും, അത് എങ്ങനെ ചീറ്റ് കോഡ് കൊടുത്ത് ഏറ്റവും വേഗം കൊടുക്കാൻ പറ്റുമോ അതാണ് ഇപ്പോൾ നോക്കുന്നത്. അവർ എങ്ങനെ നോക്കിയാലും ചുറ്റി വന്ന് ഫോൺ കൊടുക്കുന്നതിൽ തന്നെ നോക്കുക. ഫോണിൽ എന്തുണ്ടാവുക, ഈ കോക്കോമെലണും അങ്ങനത്തെ രീതിയിലുള്ള കാർട്ടൂൺ ഷോസ് ഉണ്ടാവുക. കോക്കോമെലൺ മാത്രമല്ല, ഞാൻ അവരെ മാത്രം പറയുന്നില്ല. ഞാനും ഇതുപോലത്തെ ഒരു ആനിമേഷൻ സ്റ്റുഡിയോയിൽ വർക്ക് ചെയ്ത കുട്ടികൾക്ക് കൊടുക്കുന്നത്, ഞാൻ അവിടെ നിന്ന് ശ്രദ്ധിച്ച കാര്യം തന്നെയാണത്. അത്രയും വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സിലാണ് എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അത്രയും ഫാസ്റ്റ് ആയിട്ടുള്ള കട്ട്സ്, ആനിമേഷൻസ്, എഫക്ട്സ് എല്ലാം ആ രീതി തന്നെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനത്തെ ഷോസ് ഉണ്ടാക്കുന്നതന്നെ കുട്ടികൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, കുട്ടികൾ കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അത് ഇടയ്ക്കെപ്പെങ്കിലും ഫുഡ് കഴിക്കുന്ന സമയത്ത് കുറച്ച് സമയം അത് കാണിച്ചിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇതപ്പോൾ ഡിസ്ട്രാക്ട് ചെയ്യുക, ഇല്ലെങ്കിൽ ഇടയ്ക്കെപ്പെങ്കിലും കാണിച്ചുകൊണ്ട് അല്ലാണ്ട് എപ്പോഴും ഇങ്ങനെ ഇവർക്ക് വേറെ സംസാരിക്കാൻ, ഇല്ലെങ്കിൽ ഇപ്പോൾ അപ്പുറം ഇപ്പുറം പോകുന്ന സമയത്തെല്ലാം കൊടുത്തുകൊണ്ട് നിന്നാൽ പിന്നെ അവർക്ക് വേറെ ഒന്നിലും ഫോക്കസ് കിട്ടില്ല. പുറത്തിറങ്ങി കളിക്കൂല. കുറച്ച് കഴിയുമ്പം ബാക്കി കുട്ടികൾ കളിക്കുന്ന ബാക്കിയുള്ള ടോയ്സ് യൂസ് ചെയ്യില്ല. ബ്രെയിൻ യൂസ് ചെയ്ത് ബാക്കി ചെയ്യേണ്ട കാര്യങ്ങൾക്ക് അവർക്ക് ഭയങ്കര ബോറിംഗ് ആവാൻ തുടങ്ങും. അവർ കുറച്ച് കഴിഞ്ഞ് നമ്മൾ അതൊക്കെ അവർക്ക് കൊടുക്കാൻ തുടങ്ങുമ്പോൾ അവരിരുന്ന് കരയും. കാരണം അവർക്കത് വേണ്ട. അവർക്ക് ഓൾറെഡി ഹൈ ഡോപ്പമൈൻ കിട്ടി, അഡിക്ഷൻ കിട്ടി, ഇങ്ങനത്തെ വിഷ്വൽസ് കിട്ടിയിട്ട്. ഇത് ഉറങ്ങി എണീച്ച് ഡ്രസ്സൊക്കെ ഇട്ട് ആ ഫോൺ നോക്കിയിരുന്നോ ഞാൻ പോയിട്ട് പണിയെടുക്കുന്നത്. ഇത് ഈ തന്നെ വിടുമ്പോൾ ബാക്കി ടോയ്സ് ഉണ്ടല്ലോ, കളിക്കാൻ വേണ്ടിയിട്ട് വേറെ ടോയ്സ് ഉണ്ട്, ബിൽഡിംഗ് ബ്ലോക്ക് അങ്ങനത്തെ കാര്യങ്ങൾ. എനിക്ക് കുട്ടികൾ ടോയ്സിൻ്റെ പേര് അധികം അറിയില്ല. അത് കാരണം ബിൽഡിംഗ് ബ്ലോക്ക് പിന്നെയും പിന്നെയും പറഞ്ഞുകൊടുക്കുന്നത്. കാരണം ഇത് ഞാൻ ചെറുപ്പത്തിൽ വാങ്ങിക്കളിച്ചത് എനിക്കിപ്പോൾ മൈൻഡിലുണ്ട്. അതാ പെട്ടെന്ന് അത് സ്ട്രൈക്ക് ആയിട്ട് ഞാൻ അത് പറഞ്ഞുകൊടുക്കുന്നത്. വേറെയും കുറേ ടോയ്സ് ഉണ്ട്. ഈ ബാക്കിലേക്ക് കളിച്ചാൽ ഫ്രണ്ടിലോട്ട് പോകുന്ന കാറ്, അതൊക്കെ വെച്ചിട്ട് ഞാൻ ചെറുപ്പത്തിൽ കുറേ കളിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അതൊന്നും അധികം ആരും വാങ്ങുന്നതോ ഇല്ലെങ്കിൽ കുട്ടികളുടെ വീട്ടിൽ ഞാൻ അധികം റിലേറ്റീവ്സിൻ്റെ വീട്ടിലെല്ലാം പോയാൽ ഞാൻ കാണാറില്ല. അങ്ങനത്തെ കാറൊന്നും ഇപ്പോൾ അധികം കാണാറില്ല. എനിക്ക് തോന്നുന്നു അങ്ങനത്തെ കാറ് കുട്ടികളെക്കാട്ടി കൂടുതൽ എൻ്റെ പ്രായത്തിലുള്ളവന്മാരെ വാങ്ങിക്കൊണ്ടിരിക്കുന്നു. മറ്റേ ബാക്കിൽ വെച്ചാൽ ഈ 10 റുപ്യക്ക് കിട്ടുന്ന കാറുണ്ടല്ലോ ബേസിക്കലി, അതൊക്കെ എൻ്റെ പ്രായത്തിലുള്ളവന്മാരെ കൂടുതൽ വാങ്ങിക്കൊണ്ടിരിക്കുന്നു കുട്ടികളെക്കാട്ടിയും. ഇത് കാരണം ഇത് നെഗറ്റീവായിട്ടുള്ളൊരു ഫ്യൂച്ചർ ജനറേഷൻ അല്ലെങ്കിൽ വീക്കായിട്ടുള്ളൊരു ജനറേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഇടയ്ക്കൊരു മീം ഉണ്ടായിരുന്നു, 2050 മൂവി തിയേറ്റർ എങ്ങനെ ഉണ്ടാവുമെന്ന് വെച്ചിട്ട് ഒരു സൈഡ് സബ്വേ സർഫറിൻ്റെ ഇത് ഓടിക്കൊണ്ടിരിക്കുന്ന ആ ഗെയിം പ്ലേ ഓടിക്കൊണ്ടിരിക്കുന്ന, ഇപ്പുറത്തൊരു ആഡ് ഓടിക്കൊണ്ടിരിക്കുന്ന, നടുക്ക് ചെറിയ സ്ക്രീനിൽ പടമുണ്ട്, ഇപ്പുറത്ത് താഴെ വേറെ ഒന്ന്. മിക്കവാറും ഈ പോയിക്കൊണ്ടെന്നാൽ അതിനെ നടക്കേണ്ടി വരും. ഇപ്പം നമ്മൾ തന്തവിഭാന്ന് തൊട്ട് ബാക്കി പഴയ ആൾക്കാരെ പറഞ്ഞു കൊടുക്കുന്നില്ലേ, നാളെ നമ്മൾ ഈ കുട്ടികളെല്ലാം നമ്മളെ തന്തവിഭാന്ന് പറയും. ആ സബ്വേ സർഫറിൻ്റെ ഗെയിം പ്ലേ ഇല്ലാണ്ടാണോ നിങ്ങൾ സിനിമ ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതായിക്കൊണ്ടിരിക്കും. എനിക്ക് അതാ വരാൻ പോകുന്നതിൻ്റെ അടുത്ത് റീൽ അഡിക്ഷനെ കാട്ടിയും ഏറ്റവും കൂടുതൽ ഡേഞ്ചർ ആയിട്ടുള്ളത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ കുട്ടികൾ ഈ കാർട്ടൂൺസിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുന്നതാണ്. ഇത് ഞാൻ തടുക്കണമെന്നോ നിർത്തണമെന്നോ അല്ല പറയാൻ വരുന്നത്. ഇങ്ങനത്തെ ഒരു കാര്യം അഡ്രസ്സ് ചെയ്യാന്നുള്ള മോട്ടീവിലാണ് ഞാൻ എൻ്റെ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. കാരണം ഇത് ഞാനിപ്പോൾ ഒരു വീഡിയോ ഇടുന്നതുകൊണ്ട് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. ഞാൻ ജസ്റ്റ് ഒരു തോട്ട് ഇങ്ങനെ ഷെയർ ചെയ്യുന്നു, ആ രീതിയിൽ ഞാൻ അത് പറയുന്നുള്ളൂ. നിങ്ങൾക്ക് സെയിം തോട്ടാണെങ്കിൽ നിങ്ങൾക്ക് വന്ന് കമൻസിൽ അത് അക്സെപ്റ്റ് ചെയ്യുന്ന പോലെ കമൻറ്റ് ചെയ്യാം. ഇല്ല എതിർക്കുവാണെങ്കിൽ ഇല്ല നീ പറയുന്ന മണ്ടത്തരാന്ന് തോന്നുവാണെങ്കിൽ അതും പറഞ്ഞു, എനിക്ക് ഒരു കുഴപ്പമില്ല. എനിക്ക് ഇങ്ങനെ തോന്നി അത് ഞാൻ ഷെയർ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് തോന്നിയാൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ കമൻസിൽ, അത്രേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടു. ലൈക്ക് ഷെയർ ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ സപ്പോർട്ട് ചെയ്യുക. ഈ വേറെ നല്ല വീഡിയോ കാണുന്ന ഒരു ഫ്രം ഗെയിമിംഗ് ഫ്രണ്ട്സ്. പീസ് ഔട്ട്.